Welcome to another episode of OSP. എന്താളെ ഫുൾ അപ്ഗ്രേഡഡ് വേർഷൻസ്. അതെ, അതിന്റെ ഏറ്റവും വലിയ കാരണം നിങ്ങളാണോ. ഞങ്ങൾ ആദ്യം ഒരു തമാശക്ക് തുടങ്ങി, നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ചോദിച്ചാൽ എന്നാ പിന്നെ നമുക്കൊന്ന് സെറ്റപ്പ് ആക്കിയേക്കാം. അല്ലേ, ഒരു കണ്ണിന് കുളിർമയ്ക്ക് ഞങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് വരും അല്ലേ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് ഒന്നുകൂടി വർത്തനം പറയാം. ഇത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇല്ല, ഞാൻ സീസൺ 2 നിങ്ങൾ ഇപ്പൊ എത്ര വീഡിയോ എല്ലാം അയച്ചു വേണ്ട ഇങ്ങനെ പെട്ടെന്ന് ഈ സാധനം മാറ്റിയെന്ന്. പക്ഷെ നമ്മളൊരു വലിയൊരു ബ്രേക്ക് എടുത്തിട്ട് തന്നെ ഇവിടെ വന്നിരിക്കണേ. അതെ, ഒരു ഏകദേശം 2 മാസം അല്ലേ? 2 മാസം. 2 മാസത്തിനടുത്തായി. 2 മാസം എടുത്തതിനൊരു കാരണമുണ്ട്. യാ ഞങ്ങളുടെ ഒരു ക്യാമറമാൻ കം എഡിറ്റർ ഞങ്ങളെല്ലാം ചെയ്യുന്നിടത്തുണ്ട്. അതെ, അതിന്റെ ബാക്കിൽ ഇപ്പൊ വന്നിപ്പുണ്ട്. 8 വർഷത്തിന് ശേഷം വന്ന് നാട്ടിൽ പോയി. 8 വർഷം കേരളത്തിലേക്ക് 8 വർഷത്തിന് ശേഷം. അത് നിങ്ങളെല്ലാം എനിക്ക് റെഫ്യൂജി ആയിട്ട് കയറി വന്നായിരുന്നു. അല്ല, ഇവിടെ വന്നിട്ട് ഇവന്റെ നമുക്ക് എല്ലാവർക്കും, ഞാനും പോയല്ലോ 7 വർഷം കണ്ടേക്ക് ഞാനും നാട്ടിൽ പോയി. 7 വർഷം കഴിഞ്ഞിട്ടല്ലോ. ആദ്യം വന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയി, പിന്നെ അത് തന്നെയാണ് അവൻ പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇത്തിരി ഇതാണ്. പക്ഷെ അവൻ ആ ടൈമിൽ പോയപ്പോ ഞങ്ങൾ കുറെ റെക്കോർഡ് ചെയ്ത് വെച്ച് നേരത്തെ. അതാണ് നിങ്ങൾ എല്ലാ ആഴ്ചയും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഫുൾ ഫ്രഷ് സീസൺ 2 ഫ്രഷ് ഐഡിയാസ്, ഗസ്റ്റുകള്, കുറെ ഇന്നോവേറ്റീവ് സംഭവങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അപ്പൊ സീസൺ 2 മോഹൻലാൽ വന്നാലും അതെ, ഞങ്ങളാണ് സീസൺ ഉണ്ടാകുന്നത്. സീസൺ 3 വരും, 4 വരും, 5 വരും. നെറ്റ്ഫ്ലിക്സ് മാത്രം ഞങ്ങൾ തുറക്കണം. അതുകൊണ്ടാണ് ഗ്യാപ്പ് വന്നത്. പക്ഷെ എന്നാലും നല്ല കിടലായിട്ട് വന്നു മൊത്തത്തില്. അതുണ്ടാവും, അതിനൊക്കെ അറിയാവോ. അതെ, പിന്നെ അതൊക്കെ ഇവരത് എത്ര മാസം മുമ്പ് കഴിഞ്ഞ കൊല്ലം തോന്നുന്നു. അതിനെ വല്ലാണ്ട് നാടിന്ന് പറഞ്ഞ കഥകളി സാധനം. ആ സാധനമൊക്കെ ഇപ്പൊ ആളൊക്കെ ഇതൊക്കെ ഇവിടെ വെക്കാൻ വേണ്ടിയാണ്. അതൊരു നിമിത്തമാണ് ഇതിനു വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, ഞാൻ ഇത് സ്റ്റാൻഡ് വന്നപ്പോ തന്നെ ഫസ്റ്റ് എന്റെ വണ്ടിയിൽ വന്ന സാധനമാണ് കഥകളി കിടക്കുന്നത്. കറക്റ്റ് ആ പെർഫെക്റ്റ് തനിമ. അതെ അതെ. പിന്നെ അവിടെ ഉണ്ടോ 3-4 ബുക്ക് ഒക്കെ അവിടെ. എന്തിനാ എന്തുട്ടറിയാൻ അത് അവൾക്ക് എന്തോ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലോ. നമ്മുടെ പെങ്ങക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കാറിൽ വെച്ച് മറന്നു ഇതാ ആയിരിക്കും. അല്ലാണ്ട് അവളൊന്നും വായിക്കാറില്ല ബുക്കൊന്നും ചെയ്യണേ. അപ്പൊ ഞാൻ എസ്തറ്റിക്കിന് വേണ്ടിട്ട് സാധനം വെച്ചാണതാ. എന്താണ് നമ്മുടെ സീസൺ 2 അജണ്ട? സീസൺ 2 അജണ്ട എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഹാവ് ഫൺ. വിട്ടിട്ടുള്ള കാര്യമൊന്നുമില്ല. അതെ അതെ, ഫണ്ണും ഏതിനെ കുറിച്ച് സംസാരിക്കും. അതെന്ന് വെച്ചാൽ എൻജോയ് ചെയ്ത് നമുക്ക് ഒരുപാട് ഗസ്റ്റിനെ കൊണ്ടുവരാം. അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യണം. കുറച്ച് ഗസ്റ്റുകൾ നല്ല ഗസ്റ്റുകൾ ഇല്ല, നമ്മുടെ ചങ്കള് പിള്ളേര് നമ്മളെ കാണാൻ വേണ്ടിയുണ്ടല്ലോ ഇടക്കിടക്ക് വരാറുണ്ട്. ചേട്ടാ അതെ, ഞാൻ പോഡ്കാസ്റ്റ് കാണാറുണ്ടോ. അതെ അതെ, നമ്മുടെ ഈ ഏരിയ ഫേമസ് നമ്മള്. എനിക്ക് അത് കേൾക്കുമ്പോ ഒരു പ്രത്യേക നമ്മുടെ ആൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന അത് കേൾക്കണുണ്ടല്ലോ. അത് കേൾക്കുമ്പോ ഒരു പ്രത്യേക സുഖം. ഈ ക്യാമറയുടെ മുന്നേ ഒക്കെ വന്നിരിക്കാൻ എന്ത് പാടാണ്. അതെ, അതെല്ലാം കഴിഞ്ഞ് കൊള്ളാം. ഇപ്പൊ ഞാൻ ഇപ്പൊ റിലാക്സ്ഡ് ആയി അല്ലേ. അപ്പൊ കുറച്ചും കൂടി ഈ കുറച്ച് ടോപ്പിക്സുകൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു പോലീസുകാരനെ കൊണ്ടുവരണമെന്നുണ്ട് എനിക്ക്. പോലീസുകാരൻ വേണം, നമുക്ക് പള്ളിയച്ചന്മാരെ കൊണ്ടുവരണം. അതെ, പിന്നെ ഇപ്പൊ ജീവിത അനുഭവങ്ങളുള്ള അവർ വേണം, ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതും ഇപ്പൊ ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണം. പിന്നെ ഉണ്ടല്ലോ അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മളിപ്പോ ഏത് മാസം ജൂണിലാ നിക്കണേ. ജൂണ് സമ്മറായിക്കാനല്ല, ഷാജി ഫുൾ ടൈം വെള്ളത്തില. ഇന്നലെ വെള്ളത്തിലായിരുന്നു. അതെ അതെ, കാരണം ഫുൾ ടൈം. അപ്പൊ എല്ലാരും ഫുൾ ടൈം അടിയാന്ന്. ഇല്ലില്ല, ഇവൻ ഒരു സമ്മർ ചൂടായി കഴിഞ്ഞാൽ അപ്പൊ പോയി വെള്ളത്തിൽ ചെടും. ഇന്നലെ ഞങ്ങളൊരു 3 മണി ആ ഒരു റേഞ്ചിൽ, അതായത് വീടിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. 31 ഡിഗ്രി വീടിനകത്ത് എങ്ങനെ ഇരിക്കാനാ? അതും പിന്നെന്തിനാ ജീവിക്കണേ? ഈ ദിവസങ്ങളിൽ പോകാനല്ലേ. പക്ഷെ എനിക്ക് പേടിയാണ്ടോ വെള്ളത്തിൽ ഇറങ്ങി.
ഒന്നും പേടിക്കേണ്ടത്. ഞാൻ പറയട്ടെ, $30 ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടും. പിന്നെ നമുക്ക് മറ്റേ വെള്ളത്തിലും കരയിലും ഇടാൻ പറ്റുന്ന ഒരു സോക്സും കിട്ടും. മറ്റേ മത്സ്യകന്യകന്റെ പോലത്തെ ഒരു സാധനം കിട്ടും. അത് ഇട്ടുകൊണ്ട് നേരെ വെള്ളത്തിലോട്ട് ചാടുക, നീന്തി നീന്തി മറ്റേ അതിന്റെ നടുക്ക് പോവുക, എന്നിട്ട് ഇങ്ങനെ മലന്ന് കിടക്കുക. എന്തൊരു സുഖം അറിയാവോ. ഞാൻ ആ സാധനം ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നത്തെ വെക്കേഷൻ പോലെ തായ്ലൻഡ്, എനിക്ക് ആദ്യം ഒന്ന് ഇറങ്ങിയപ്പോ പേടിയായിരുന്നു, പക്ഷെ അത് വെച്ച് ഇറങ്ങിയപ്പോ ഓക്കെ ആയിരുന്നു. ആ പൊങ്ങിക്കിടന്നു. ഞാൻ എന്റെ വെയിറ്റ് ഒക്കെ അവിടെ താങ്ങുന്നുണ്ട്. ഒരു വിഷയമില്ല, താങ്ങും. ഞങ്ങള് ഇന്നലെ പോയെടുത്ത് കയാക്കിന്റെ റെന്റലായിരുന്നു. ഞങ്ങൾ കയാക്ക് എടുത്ത് നേരെ നടുക്ക് പോയി, എന്നിട്ട് അവിടുന്ന് നേരെ എടുത്ത് ചാടി. അടിപൊളി വൈബായിരുന്നു. വൈബ് നമ്മൾ ഈ സമ്മർ പിടിക്കും. ടെന്റിങ് ആൻഡ് വെള്ളമടി. പിന്നെ ഇവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. വെള്ളമടിയോ? അല്ല, മാറിപ്പോയതാ. വെള്ളമടി വെള്ളമടി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, വെള്ളത്തിൽ ചാടുന്നതാണ് വെള്ളക്കളി. കട്ടൊന്നും ഇട്ടത്, കട്ടൊന്നുമില്ല, ഇത് ഫുൾ ഫിൽറ്റർ, നോ ഫിൽറ്റർ സാധനം, വെള്ളത്തിലുള്ള കളി. അതാണ് ഉദ്ദേശിച്ചത്. പിന്നല്ലോ ഇതിനകത്ത് ഇയാളിൽ ഇവരറിയാത്ത കുറെ കാര്യം. ഈ 2 മാസം ഗ്യാപ്പിൽ കുറെ കാര്യങ്ങൾ സംഭവിച്ചു. നമ്മള് ഹെൽത്ത് റിലേറ്റഡ്, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ വെള്ളമടി നിർത്തി. പറഞ്ഞ വെള്ളച്ചാട്ടത്തിനുള്ള സാധനം വെള്ളമടി ഞാനിപ്പോ കുറച്ചാൾ ഗ്യാപ്പ് ഇട്ട്. എന്താ വെച്ചാൽ ഞാൻ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആക്കണേന്റെ. പിന്നെ അതിൽ 75 ഡേ ചാലഞ്ച് ഞാൻ തീർത്തു. വലിയൊരു അപ്രീഷിയേറ്റിംഗ് സാധനമാണ് ചെയ്തത്. 75 ഹാർഡ് 2 വട്ടം ചെയ്തു. അതെ, അപ്പൊ 75 × 2 150. അതെ അതെ. പണ്ഡിതനും ഉണ്ടോ? ഇതാണ് നമ്മുടെ അക്ഷരനഗരിയുമാണ്, പണ്ഡിതനുമാണ്. അതുകൊണ്ടാണ് അത്. പക്ഷെ ഭയങ്കര അപ്രീഷിയേറ്റിംഗ് സാധനമാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മറ്റേ തണുത്ത വെള്ളത്തിൽ ഐസ് ഇട്ട് ചാടി കിടക്കാൻ പോവാന്നൊക്കെ പറഞ്ഞേ. അതെ, ഇടക്കിടക്ക് ചെയ്യണ്ട. പക്ഷെ ഭയങ്കര പാടാണ്ട് ഈ കോൾഡ് പ്ലഞ്ച്. കോൾഡ് പ്ലഞ്ചിൽ ഞാൻ കോൾഡ് ഷവർ എടുക്കാൻ നോക്കൂടത്. ഭയങ്കര ബുദ്ധിമുട്ടാ. ചൂടുവെള്ളത്തിൽ തണുത്ത വെള്ളം ഇട്ട് ഇവിടെ കുടിച്ചിട്ടുണ്ടോ? നമുക്ക് ഇവിടുത്തെ മറ്റേ ഈ സാധനം തിരിക്കുമ്പം ഫുള്ള് ചൂടും കിട്ടും, ഇപ്പുറത്ത് വെച്ചാൽ ഫുള്ള് തണുപ്പും കിട്ടും. ഒട്ടുമിക്ക ആൾക്കാരെ ഫുൾ ചൂടിലിട്ടാണ് കുടിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ഫുള്ള് ചൂടിലിട്ടോ. ചൂടിട്ട് കുടിക്കുക, നല്ല അടിപൊളിയാ. പക്ഷെ തണുപ്പിട്ട് പറ്റത്തില്ല നിങ്ങള് ചെയ്യുന്ന പോലെ. ഞാന് ഇടക്ക് എല്ലാ 2 ദിവസം കൂടുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് നിൽക്കാൻ നോക്കും. പക്ഷെ ഒരു മിനിറ്റ് കഴിയുമ്പോ നമ്മൾ ഓക്കെയാ. ആ തണുപ്പ് നമ്മൾ നാട്ടില് തണുത്തുള്ളതല്ലേ വിളിച്ചോണ്ടിരുന്നേ. പക്ഷെ നാട്ടിലെ തണുപ്പുള്ള ഒരു ചൂടുവെള്ളത്തിന്റെ സെറ്റപ്പാ. അതിന്റെ രസമായിരുന്നു. അപ്പൊ ആ 75 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ മെന്റലി ഓക്കെയാണ്. കാര്യം കുറെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത് തണുത്തുള്ളത്തിൽ കുളിച്ചാലോ? അല്ല, 20-75 ദിവസം കഴിഞ്ഞപ്പോ അങ്ങനെ. അത് ഭയങ്കര വ്യത്യാസമുണ്ട്. എനിക്ക് മോട്ടിവേറ്റ് ആയിട്ട് ലൈക്ക് കൊള്ളാം. എല്ലാ ദിവസവും മറ്റേ ജിമ്മിൽ പോവാ, ഈ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഭയങ്കര മോട്ടിവേഷനാണ് നിങ്ങൾ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ, ആ മോട്ടിവേഷന്റെ ഭാഗമായിട്ടുണ്ടല്ലോ നമ്മൾ വേറൊരു സാധനം ചെയ്യുന്നുണ്ട്. മാരത്തോൺ ചലഞ്ച്. മാരത്തോൺ ജീവിതത്തില് ഓടിയിട്ടേ ഇല്ല. എന്താണ് അവിടെ കാണിക്കുന്നത്? എന്നെ ചതിച്ചതാ സുഹൃത്തുക്കളെ. അതായത് മാരത്തോൺ എന്ന് പറഞ്ഞ മറ്റേ PA മറ്റേ കോൺഫെഡറേഷൻ ബ്രിഡ്ജ് അങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞിട്ടാ എന്നെ ചേർത്തെ. എന്നിട്ട് അത് ശരിക്കും നടക്കുമല്ല, അത് ഓടുക. അത് പക്ഷെ നടന്നും പോവാം. പക്ഷെ നടക്കുന്നത് അവസാനം നീ മൊത്തം നടക്കണ്ടാവുള്ളൂ. ആളെല്ലാരും ഓടി തിണ്ടാവൂടെ. പക്ഷെ ഞാനൊരു സ്ട്രെസ് ടെസ്റ്റ് അടിച്ചായിരുന്നു. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ഞാനുള്ള കൂടെ ഇവിടെ 14 കിലോമീറ്റർ നടന്നു പോയി. 14 കിലോമീറ്റർ. അത് വലിയ സാധനം. അത് ഫുള്ള് മലയും. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കേറി അങ്ങ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ക്ലിഫിന്റെ അവിടെ ചെന്ന് സമാധാനം. ആ ഒരു മോട്ടിവേഷൻ ആയിരിക്കും നമ്മൾ ഈ മാരത്തോൺ ഓടി അപ്പുറത്തറ്റത്ത് എത്തിക്കഴിയുമ്പോ. ജീവിതത്തില് 1 കിലോമീറ്റർ ഓടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ 14 കിലോമീറ്റർ ഓടാൻ പോണേ. എങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് നമ്മുടെ ഫ്രണ്ട് 2 മാസം ഉണ്ട്. പ്രിപ്പയർ ചെയ്യാം. ലൈക്ക് എല്ലാ ദിവസവും ഇപ്പൊ നമ്മൾ മറ്റേ ചാർട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ദിവസം ഓടുന്നു, പിറ്റേ ദിവസം റെസ്റ്റ് ആണ്, അങ്ങനെ. പക്ഷെ ആ ഒരു ദിവസം ഓടുന്നതെന്ന് പറഞ്ഞാല് ആദ്യത്തെ ഒരു എത്ര 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് ഓടുന്നു, എന്നിട്ട് 1 മിനിറ്റ് നടക്കണു, പിന്നെ 2 മിനിറ്റ് അവർ മറ്റേ ചെവിക്കകത്തൂടെ പറയും സെറ്റ് വെച്ചിട്ട് അവര് പറയുന്ന പോലെ അങ്ങ് ചെയ്ത് ഓടി 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 പ്രാക്ടീസ് ചെയ്യാം. ആ സാധനം ഞങ്ങള് യൂസ് ചെയ്തു. ഒന്നാമത് എന്റെ ആണെങ്കിലേ ഫ്ലാറ്റ് ഫീറ്റാ. ഫ്ലാറ്റ് ഫീറ്റ് ആയിട്ട് ഓടാനേ പാടില്ല എന്ന രീതിയിലാണ് ഓടാൻ പാടില്ല. എന്ന് വെച്ചാൽ അതിന് പ്രത്യേക ഷൂസ് ഒക്കെ ഉണ്ട്. ഞാൻ ഷൂസൊക്കെ മേടിച്ച് അതിന്റെ ഉള്ളിലതൊക്കെ ഇട്ടൊക്കെ സെറ്റ് ആയിട്ട് ഓടേണ്ട കാര്യമായിട്ട് എടുക്കും. ഫ്ലാറ്റ് ഫീറ്റ് ആണെങ്കിൽ ഇങ്ങനെ കാലി പക്ഷേ ഇങ്ങനെ ഇതിലെ കർവില്ലാത്തോണ്ടേ
അപ്പൊ ആ കാലം ഇങ്ങനെ പോകും. ഇപ്പൊ ഭയങ്കര വേദനയാണ് ഇവിടെ. ഓ, ഇങ്ങോട്ട് ചെരിഞ്ഞു പോവോ? ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വാപ്പിച്ചില്ലാത്തവര് വീഴും. നമ്മുടെ അപ്പഴൊക്കെ എന്ന് ഓടി അന്ന് വീടിനുള്ളിൽ. ആണോ? പിന്നെ ഭയങ്കര ഫ്ലാറ്റാ. അത് നമ്മുടെ മറ്റേ മരത്തിന്റെ പീസില്ലേ, ആ രീതിയിലാണ്. പുള്ളിയുടെ കാലം വെച്ച് നമ്മൾ സ്കെയിലിന് അളവ് കൊടുക്കുക. അത് സെറ്റിപ്പാ. എന്റെ ഓൾമോസ്റ്റ് പക്ഷെ ചെറിയൊരു കറിവുണ്ട് എനിക്ക്. പക്ഷെ എന്നാലും അതാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഓടാൻ പോണേ. ചലഞ്ചിങ് മൈസെൽഫ്. ഈ ഇയർ ഫുള്ള് നമുക്ക് ചലഞ്ച് എടുക്കുക. അതെ, ആ ചലഞ്ചിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഈ സാധനം തുടങ്ങിയത്. അതെ, ഈ 5-6 വട്ടത്തിന് മുമ്പിൽ 3 ക്യാമറ മുന്നിൽ ഇതിനകത്ത് ഇരിക്കുമ്പോ വേറൊരു ഫീലാ കേട്ടോ. ലൈക്ക് ഇതിന് പുറത്തുള്ള ലൈക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ള ഫീൽ അല്ലേ ഇതിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന പക്ഷെ അടിപൊളിയാ. അതെ അതെ. അപ്പൊ ഇതിപ്പോ നമ്മള് കൊറേ തരും ഈ സംസാരിക്കാനും കൂടുതൽ വ്യത്യാസം നമുക്ക് വന്നില്ല. അപ്പൊ ഇതിനെ ടച്ച് ചെയ്യണല്ലോ. അപ്പൊ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഈ 75 ഡേ ചാലഞ്ച് ചെയ്ത ജിമ്മിൽ പോയി വരുമ്പോ ഇച്ചിരി വണ്ണമൊക്കെ കുറഞ്ഞു കഴിയുമ്പോ അത് ഭയങ്കര ഡിഫറെന്റാ. ഇപ്പൊ നമ്മളൊരു ഷർട്ട് എടുത്തിടുമ്പോ അങ്ങനെയൊക്കെ ഒരു ഫീലില്ലേ, അതൊരു ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു സാധനം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 75 ചെയ്തു. പിന്നെ ഐ ഗീവ് അപ്പ്. ഞാൻ പിന്നെ ഇടയിലൊന്ന് ഗീവ് അപ്പ് ഇച്ചിരി വെള്ളമൊക്കെ അടിച്ച് നാട്ടിലൊക്കെ പോയി, ഇതൊക്കെ സെറ്റായി വീണ്ടും പണം കൂടി. ബട്ട് എനിക്കത് തിരിച്ചതിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കട്ട് ത്രോട്ടാ. ഒരെണ്ണം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ ചെയ്യണം. എനിക്ക് ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് നാളെ തന്നെ പോയി തുടങ്ങിയേക്കാം പരിപാടി. അങ്ങനത്തെ തയ്യൽ വന്നാണെങ്കിൽ മാരത്തോൺ. ഒരാൾ വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് മാരത്തോൺ ഓടിയാലേ അത് തന്നെ എനിക്ക് പറ്റിയ ഓടാം. പിന്നെന്താ ഓടാന്നല്ല, മാരത്തോൺ പോയാലോന്ന് ചോദിച്ചത്. പിന്നെന്താ പോവാ. അതൊക്കെ നമ്മളങ്ങനെ. ഞാൻ മാരത്തോണിന്റെ കേസ് പറഞ്ഞപ്പോഴേ ലൈക്ക് മറ്റേ സേജൻ ഇല്ലേ, മറ്റേ ഇൻഷുറൻസുകാര്, ലൈക്ക് അതിന്റെ അറ്റ്ലാന്റിക്കിന്റെ ഹെഡ് ഉണ്ട് ഒരു പുള്ളിക്കാരി ലൈക്ക് കഴിഞ്ഞോ അല്ലാണ്ട് ലൈക്ക് ഈ കോൺഫെഡറേഷൻ ബ്രിഡ്ജിന്റെ അടിയിലത്തെ ആ പാലത്തിന്റെ അടിയിൽ കൂടെ ഈ ന്യൂ ബ്രോൺസിക്കിന്ന് PA വരെ നീന്തി പുള്ളിക്കാരി. ലൈക്ക് ചലഞ്ച് എടുത്താണ്. ലൈക്ക് ക്യാമറ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു, പുള്ളിക്കാരി വന്നിട്ട് നീന്തി. and അതിന്റെ കൂടെ ഒരു ബോട്ടിൽ ഒരു പുള്ളി പുറകെ വരുന്നുണ്ടായിരുന്നു. അതിന്റെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു ലൈക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മടുക്കും, ഞാൻ നിർത്തിയിട്ട് നീ കയറി പോവാന്ന് വിചാരിക്കും. അപ്പൊ ആ സമയത്ത് ലൈക്ക് ഈ മറ്റേ പുള്ളിക്കാരൻ ഗൈഡ് പോലെ ഇരിക്കുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ, മോട്ടിവേറ്ററിനെ പോലെ നിൽക്കുന്ന പുള്ളി വന്നിട്ട് മറ്റേ സാധനം കൊടുത്തിട്ട് മറ്റേ മകളെ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്, കൊച്ചിനെ. അപ്പൊ കൊച്ചിനെ കൊണ്ട് സംസാരിക്കും, മം യു ക്യാൻ ഡു ഇറ്റ് മം, ലൈക്ക് വി ക്യാൻ സീ യു മം, ലൈക്ക് യു കം, ലൈക്ക് വി ആർ വെയിറ്റിംഗ് ഫോർ യു എന്ന് പറയാം. വീണ്ടും മോട്ടിവേഷൻ വരും. അങ്ങനെ പുള്ളിക്കാരൻ നീന്തി അപ്പുറത്ത് നിന്നു. നമുക്ക് അപ്പുറത്തായിട്ട് താരിയെ നിർത്താം. ശരി, ഞാൻ ആദ്യമേ കാറെ പോയി അപ്പുറത്ത്. നമ്മുടെ ക്യാമറമാൻ ഉണ്ട്, ആ വീഡിയോ എടുത്തോളൂ. നമുക്കതില്ലേ വളരെ മോട്ടിവേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഉണ്ടാക്കിയാൽ വിടാം. കാണാണ്ട് 10 പേര് ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അവർ ഫുള്ള് വ്ളോഗ് എടുക്കാനുള്ള പരിപാടിയാണ്. പോണത് ഇതിനായിട്ടുണ്ട്. ഈ ഹെൽത്തിന് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിലുണ്ടല്ലോ, എനിക്ക് വേറെ പണ്ടത്തെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ നാട്ടിൽ ചെന്ന് കഴിയുമ്പോ ഫസ്റ്റ് ആലോചിക്കുന്നത് ഇപ്പൊ വണ്ണം കുടിക്കഴിഞ്ഞാൽ നാട്ടിലെന്താ പറയണേ, നാട്ടിൽ ചെല്ലുക. അതെ, ഈ ഡയലോഗ. വണ്ണം കുറഞ്ഞാൽ എന്താ പറയണേ, ആ സാധനം ഇതാണ് നിനക്കൊന്നും അവിടെ ഒന്നും കിട്ടണില്ലേ ഈ ഡയലോഗ്. നാട്ടിൽ ഒരിക്കലും ഒരാൾ സാറ്റിസ്ഫൈഡ് അല്ല. നമ്മള് വണ്ണം കുറഞ്ഞു കഴിഞ്ഞ ഒരു മീഡിയം ബോഡി ഷേമിങ്. അതെ, അത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഞാൻ ഗിവ് അപ്പ് ചെയ്യും, സ്റ്റിൽ ഗോയിങ് ബാക്ക്. ഇടക്കിടക്ക് ഞാൻ അങ്ങനെ കുറയും കൂടും ഇങ്ങനെ പോയിണ്ടേ. അതെപ്പോഴും എന്നെ ഞാൻ പുറത്ത് കാണിച്ചിരിച്ച് അത് കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ അത് ഉള്ളിൽ ഞാനിങ്ങനെ ഭയങ്കര വിഷമിക്കുന്നൊരു സാധനം ഈ ബോഡി ഷേമിങ്. ഇപ്പൊ ഉള്ളത് നമുക്ക് ഇപ്പൊ മസിൽ ഉണ്ടായാലും പക്ഷെ ഇച്ചിരി വയറ് കുടിക്കാൻ പറയും, എനിക്ക് ഇത്ര മസിലുണ്ടായിട്ട് വലിയ കാര്യമുണ്ട്, ഈ വയറൊക്കെ കണ്ടില്ലേ. ഈ ഡയലോഗാണ് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട്. അതെ അതെ. പക്ഷെ ഈ ഇവന്മാരുടെ പ്രശ്നം വെച്ചാൽ നാട്ടില് അഭിപ്രായം പ്രിയല്ലേ, അപ്പൊ എല്ലാരും പറയുന്നൊരു സാധനം. അപ്പൊ അത് തുടങ്ങുന്നത് ഞാൻ ചെറുതായിരുന്നപ്പോ എന്ന് പറയുമ്പോ ഈ ഒരിക്കലും വണ്ണം കൂടൂല എനിക്ക്, എല്ലിച്ചിരിക്കണേ എന്ത് തിന്നാലും പിടിക്കാത്തൊരു ബോഡി പോലെയായിരുന്നു. ഒരിടയ്ക്ക് പിന്നെ ആസ്മ വന്ന് അതിന്റെ മരുന്നും ഇതൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് വണ്ണം കൂടി കഴിഞ്ഞപ്പോ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഇപ്പൊ വീട്ടുകാരത്തൊക്കെ നാട്ടിൽ ഇവനെന്തെങ്കിലും വണ്ണം കൂടി, ഇവനെന്തെങ്കിലും കുറെ ഭക്ഷണം കൂടി, ചോറ കുറച്ച് കൊടുത്താൽ ഈ സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ
നമ്മളാ പ്രായത്തില് ഇപ്പൊ നമ്മളൊരു 10ാം ക്ലാസ് ഒക്കെ 8ാം ക്ലാസ് ടു 10ാം ക്ലാസ് ആ ടൈം ആവുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരോട് ക്രഷ് ഒക്കെ തോന്നി തുടങ്ങേ. അപ്പൊ നമ്മൾ ഓരോരുത്തരോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നും. മോസ്റ്റ്ലി വൺ സൈഡ് ആയിരിക്കും. കാര്യം അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ പേടിയാ. ഓൾറെഡി നാട്ടില് സ്കൂളിൽ തടിയാന്ന് വിളിക്കണേ. തടി തടിയാ. അപ്പൊ ആ തടിയാന്ന് വിളിക്കണ ആളെ ഒരു പെണ്ണ് പ്രേമിക്കില്ലല്ലോ. അപ്പൊ അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ നാളെ 10ാം ക്ലാസ് ഒക്കെ പിന്നെ ഞാൻ അവിടെ സ്പോർട്സ് ക്രിക്കറ്റും കൂടുതൽ കളിച്ച് പിന്നെ കുറച്ച് കുറഞ്ഞപ്പോ വീണ്ടും ഓക്കെ ആയി. പക്ഷെ മോസ്റ്റ്ലി ആ ടൈമിലെല്ലാം വൺ സൈഡിലാണ് പറഞ്ഞത്. പേടിയായിരുന്നു സംസാരിക്കാൻ. എല്ലായിടത്തും ഒരാളുടെ അടുത്ത് പോയി നമ്മള് ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയണം. പക്ഷെ കുറെ പിള്ളേരുണ്ട് നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കണേ. ഇപ്പൊ ബാക്ക് ബെഞ്ചറുമാണ്. വണ്ണം ഇപ്പൊ കുറഞ്ഞുള്ളൂ. പക്ഷെ വണ്ണം ഉള്ളതിനായിട്ട് കണ്ടേക്കണുണ്ട്. ഇപ്പൊ എനിക്ക് ഉള്ളില് ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാറുണ്ടായില്ല. അത് ഉള്ളിൽ വെച്ചിരുന്നു. അപ്പൊ അതൊക്കെ സമൂഹത്തിന്റെ ആണല്ലേ. നാട്ടുകാരെന്ത് പറയും. അതാണ് ഈ വണ്ണം കൂടിയിട്ട് വണ്ണം കുറഞ്ഞിട്ട് തടിയാന്ന് വിളിച്ചോണ്ടിരുന്നത്. എനിക്കത് വണ്ണം കുറച്ചിട്ടോ വണ്ണം കുറച്ചിട്ട് പേരതായി പോയല്ലോ. പിന്നെ അത് തന്നെ വിളിച്ചോണ്ടിരിക്കണേ. ഞാൻ മെലിഞ്ഞുണങ്ങി ഒട്ടിയായിരുന്നു. എനിക്കറിയാം. നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇവന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ ഒക്കെ വേറെ സാധനം വരുന്നോടം വരെ ഞാൻ മെലിഞ്ഞുണങ്ങി ഒട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. എന്ത് തിന്നാലും ദേഹത്ത് പിടിക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ കുറെ നടക്കുമായിരുന്നു നാട്ടില്. മറ്റേ ഒരു ഗ്രാമമാണല്ലോ. അപ്പം ഇറങ്ങി നടക്കുമായിരുന്നു. പിന്നെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ നിങ്ങളുടെ കോട്ടയത്തിന്. ഇല്ല, ഞാൻ എന്റെ ഐമനം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞങ്ങൾ മറ്റേ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ എപ്പോഴും നടക്കുമായിരുന്നു. പിന്നെ മറ്റേ ഞാൻ തോടിന്റെ സൈഡിൽ അല്ല, അതിന്റെ മറ്റേ തറവാടുണ്ട് തോടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. കുറച്ച് ഒരു 2-3 കിലോമീറ്റർ നടക്കാനുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു കൊച്ചില്. അത് കഴിഞ്ഞിട്ട് ഈ 10ാം ക്ലാസ് 12ാം ക്ലാസ്സിലൊക്കെ മെയിൻ എന്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് മറ്റേ പറമ്പിൽ ഇറങ്ങി നന്നായിട്ട് പണിയെടുപ്പിക്കുമായിരുന്നു. എന്റെ പൊന്നു ബാക്കിൽ കുറച്ച് തെങ്ങുണ്ടെന്നേ. ഏത് നേരം മറ്റേ തെങ്ങിന്ന് മറ്റേ ഓലമടല് താഴ്ത്തു വീഴും. വലിയ വിഷയമാണ്. മറ്റേ അത് പിടിച്ചവിടെ വന്നിട്ട് ഓലമടല് ഫുൾ ഇങ്ങനെ ചെത്തി വിടണം. അത് മാത്രം ഈ മറ്റേ വലിയ മടലില്ലേ അത് ചെത്തി എന്ത് കഷ്ടപ്പാടാന്നറിയോ. അത് മുഴുവൻ മറ്റേ വിറക് മറ്റേ തീ കൂട്ടാൻ വേണ്ടിട്ട് നല്ല രീതി പണിയെടുപ്പിക്കുമായിരുന്നു. നല്ല രീതിയായിരുന്നു. എന്നിട്ട് പിന്നെ മറ്റേ അതിനപ്പുറത്തൊരു കാടുണ്ട്. കാടൊക്കെ ഫുൾ ടൈം ഇപ്പൊ ഇവിടുത്തെ പോലെ തന്നെയാ. അവിടെ ഫുൾ ടൈം ചൂടല്ലേ. അത് കാരണം ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കും. ഏത് നേരം പോയി വെട്ട് ആ സെയിം സാധനം ഇവിടെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാശ് കൊടുത്ത് നട്ടമില്ല. ഈ 2 ആഴ്ച കൂടുമ്പോ ഈ സാധനം എന്ത് പൊന്നു എത്ര വേഗത്തെ വളരുന്നത്. അതൊന്ന് പൊന്നുമാണ്. പക്ഷെ ഈ വീട് മെയിൻ്റെനൻസോ അതൊരു നാട്ടിലെ പോലെ തന്നെ ഒരു പണിയാ. ഈ പുറത്തിറങ്ങി പുറത്ത് കളക്കണ പോലത്തെ ഈ കുഴിക്കണല്ലേ. കഴിഞ്ഞ ദിവസം കാസൊക്കെ മേടിച്ചിട്ടുണ്ടോന്ന് എനിക്ക് നിങ്ങൾ ഇതാണ് എനിക്ക് പെട്ടെന്ന് ആ ഓർമ്മ വരാനുള്ള കാരണം. ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് മറ്റേ ആ കിണറിന് ചുറ്റുമുള്ള മറ്റേ സാധനമൊക്കെ നടന്നില്ലേ. അതൊക്കെ പണ്ട് ചെയ്തോണ്ടിരുന്നതാ. കഷ്ടപ്പാടാ. അതായി അത് കഴിഞ്ഞൊരു വേളായി. ഈ 30 വയസ്സ് കഴിഞ്ഞ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊന്ന് സൂക്ഷിച്ചൊക്കെ ഇരുന്നില്ലെങ്കിൽ പെട്ടെന്ന് ബാക്ക് പെയിൻ എടുക്കും. അത് ശരിയാ. ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ നമ്മുടെ 20s നമ്മൾ സൂപ്പർ ബൈക്സ് പോലെയാന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ 30s നമ്മൾ SUV പോലെയാന്ന് പറയുന്നത്. ഹൈ മെയിൻ്റെനൻസ് നല്ല രീതിയിൽ നോക്കി കണ്ടൊക്കെ ഓടിക്കണം. എന്തായാലും അങ്ങ് ഓടത്തുള്ളൂ. പെട്ടെന്ന് ചാടി ഓടിയാൽ എഴുന്നേക്കാൻ പറ്റില്ല. എഴുന്നേറ്റ് നടുക്കൊരു സാധനം കിട്ടും. ഇതെന്താ അത് ഞാനിപ്പോ പണ്ട് പറയുമ്പോ 20-30 വയസ്സ് വരെ നമ്മൾ ഈ മസാജോ ഇതിനെ കുറിച്ചൊന്നും പറയണില്ല. ഇപ്പൊ ഇടക്കൊന്ന് മസാജിന് പോണോട്ടോ. എന്നാലേ ശരിയാവുള്ളൂ. എന്താണെന്നറിയത്തില്ല 30 കഴിഞ്ഞ പിന്നെ കേട്ടോ നടുവിനൊക്കെ ഒരു വേദന. ഇതൊക്കെ കൊണ്ടാണ് ഇതൊക്കെ കൊണ്ടാണ് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകണമെന്ന്. പിന്നെ നാട്ടിൽ പോയി കഴിയുമ്പോൾ എനിക്ക് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയും എല്ലാ വർഷവും നാട്ടിൽ പോകണമെന്നാണല്ലോ. നാട്ടിൽ പോയി കഴിയുമ്പോൾ ആളുകൾ പറയരുത് വണ്ണം കുറെ കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നീ ബംഗാളിൽ പഠിക്കുവാനായിരുന്നു. വണ്ണം കൂടുതൽ പോയിക്കഴിഞ്ഞാൽ നിനക്ക് ഇരുന്ന് ഫുൾ ടൈം തീറ്ററായി. അപ്പൊ ഒന്ന് സ്ട്രോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് പിന്നെ ഒന്ന് എന്തെങ്കിലും പറയും. പക്ഷെ അത് കുറവായിരിക്കുമല്ലോ. പിന്നെ നമുക്ക് കല്യാണം ഉണ്ട് ഈ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോ. അപ്പൊ കല്യാണത്തിന് പോകുമ്പോ നമ്മള് ചെത്തി നിക്കണ്ടേ. കല്യാണത്തിന് ഒരു കാര്യം പറയുമ്പോ ഒരു കോമഡി ഉണ്ട്. നമ്മുടെ ഒരു അറിയാവുന്നൊരു പെങ്കൊച്ച് അവളൊരു പരിപാടിക്ക് പോയേക്കണേ. അപ്പൊ അവിടുത്തെ ഒരു ചേച്ചിണ്ട് കേട്ടോ. അവളിങ്ങനെ നിന്നപ്പോ വയറ് തടവിക്കണ അവളുടെ. അതെന്തിനാ വയറ് തടവി? ഗർഭിണിയാന്ന് ചോദിച്ചോ? ഗർഭിണിയാണ്. അവളുടെ എന്നിട്ട് അവളിങ്ങനെ അവളെന്ത് ചെയ്തത് കഴിഞ്ഞിട്ട് മോട്ടിവേറ്റഡ് ജിമ്മിൽ പോയി ഇതൊക്കെ കുറച്ച് കൊടവയറ് കണ്ടിട്ട് കൊടവയറ് പോലും ഇല്ല. പിന്നെ
നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം അതാണ്. ഓ യാ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് സുഖമാണോ നമ്മുടെ ആളുള്ള പ്രശ്നം അതാ. അതാണ് ബോഡി ഷേമിങ് അൾട്രാ ലെവൽ. അത് പണ്ട് നമ്മുടെ എന്താ പ്രശ്നം, അവരെയൊക്കെ നേരെ ക്യാനഡ കൊണ്ടുവരണം. ഇവിടെ വന്നിട്ട് നമുക്ക് പോലീസുകാരുടെ അടിക്ക് കൊടുക്കാം. ഇത് മറ്റേ പണ്ടത്തെ കുഞ്ഞു പിള്ളേരെന്ന് പറയൂലേ, നീ ഭക്ഷണം കഴിച്ച് നിന്നെ ഇരുട്ടത്ത് അതേപോലെ പിടിപ്പിക്കാന്ന് പറഞ്ഞ പോലെയാണ്. അല്ല ഇവരെയൊക്കെ ഇവിടെ ആ ലോയൊന്നും നമ്മുടെ നാട്ടില് പോലീസുകാർക്ക് പോയി പറയും ദേ ആ ചീച്ചിന്റെ വേറെ എവിടെയെന്ന് പോലീസ് നല്ല ആയിരിക്കും. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ, ഇവിടെ അപ്പ സൂചിതമായി. അപ്പൊ അതൊക്കെ വെച്ചാല് ഇവിടെയാണ് നമുക്ക് ഇവിടത്തെ ലൈഫ് കുറെ കാര്യങ്ങളൊക്കെ നല്ലതാ. പക്ഷെ ഇവിടത്തെ ലൈഫ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ. ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ ആ ഒരു നാട്ടിലത്തെ ജീവിതശൈലിയും ഭക്ഷണവും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇവിടെ ഇവിടെ അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കനേഡിയനുമായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഞങ്ങളിപ്പോ ലൈക്ക് അങ്ങനെ ചെയ്യുന്നത്, അതായത് ലൈക്ക് രാവിലത്തേക്ക് മറ്റേ ബ്രെഡും ലൈക്ക് ഈ എന്താ കുറെ സാധനങ്ങൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് നേരെ അങ്ങ് വെച്ചാൽ രാവിലെ കഴിച്ച് എന്താ എനിക്ക് പറയാൻ പറ്റാൻ അറിയാൻ പാടില്ല. ആ ഒരു സെറ്റപ്പിൽ നമ്മളങ്ങ് പഴത്തിനെന്ത് നീ പറയണേ, പൊട്ടാസ്യം. അതെ പൊട്ടാസ്യം, പഴത്തിന് പൊട്ടാസ്യം, ലേസിന് കാർബോഹൈഡ്രേറ്റ്, വേറെ ഉണ്ടല്ലോ ചിക്കന് പ്രോട്ടീന്, മറ്റേ നട്ട്സ്. ഇത് മറ്റേ കഴിഞ്ഞ ദിവസം മറ്റേ ഗേറ്റ്ഫിൽറ്റില് 14 കിലോമീറ്റർ നടക്കാൻ പോയപ്പോ എന്നോട് വിളിച്ചു പറയാ മറ്റേ കുറച്ച് പൊട്ടാസ്യം മറ്റേ പഴം എടുത്തു വെച്ചു, പിന്നെ കാർബോഹൈഡ്രേറ്റ് കുറച്ച് വേണം. ഇതെന്താണ് ചിപ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ കാർബൊക്കെ പറഞ്ഞു മരിച്ചിരിക്കുന്നു. പക്ഷെ അതൊക്കെ കഴിച്ചു പോകുമ്പോ നമുക്ക് ആ ഇത് തളർച്ച വരില്ല. പിന്നെ ഇത് ഹൈക്ക് കഴിഞ്ഞോ ഇത് വേണം, ഞങ്ങൾ ഇടക്കിടക്ക് ഹൈക്കിനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ അത് തന്നെയാണ് ഇപ്പം വെച്ചോണ്ട്. സമ്മറായ പുറത്താണ് വീട്ടിലിരിക്കുന്ന പരിപാടി. വിന്റർ ആവുമ്പോഴും നമ്മൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി കണ്ടുപിടിക്കണം. വിന്ററിൽ ഞങ്ങൾ കഴിഞ്ഞ പോയത് മറ്റേ ഓറഞ്ച് തിയറി, ലൈക്ക് ഒരു ഇച്ചിരി ആക്റ്റീവ് ആയിട്ടുള്ള സാധനം. ലൈക്ക് ഓറഞ്ച് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് നമുക്ക് ബുക്ക് ചെയ്യണം. ലൈക്ക് ആ ബുക്ക് ചെയ്തിട്ട് ആ സമയത്ത് പോയില്ലെങ്കിൽ അവർ പൈസ പിടിക്കും. കാരണം നമ്മളത് പേടിച്ചിട്ട് നമ്മൾ പോകും. ആ 1 മണിക്കൂറിൽ ആദ്യത്തെ അരമണിക്കൂർ നമ്മളെ ട്രെഡ്മില്ല, ഒരു ഗ്രൂപ്പാണത്. അപ്പൊ ആദ്യത്തെ അരമണിക്കൂർ നമ്മൾ ട്രെഡ്മില്ല, അത് അവർ പറയുന്ന സ്പീഡിൽ നമ്മൾ ഓടണം. അവർ പറയുന്ന സ്പീഡിൽ മറ്റേ ഇൻക്ലൈൻ അടിക്കണം, താഴോട്ട് പോകണം. ലൈക്ക് ആ സെറ്റപ്പിലാണ് ആദ്യത്തെ അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ട് ആ സെയിം ടൈമിൽ അപ്പുറത്ത് വേറൊരു കുറെ ആൾക്കാർ ഫ്ലോറിൽ കാണും. അപ്പൊ അരമണിക്കൂർ ആകുമ്പോൾ ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ട്രെഡ്മില്ലിൽ ഇരിക്കുന്ന ആള് അപ്പുറത്തോട്ട് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് മറ്റേ വെയിറ്റ് ലിഫ്റ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഗ്രൂപ്പ് സാധനം ഈഗോനെ കിട്ടിയും അപ്പൊ പണിയെടുത്തു. പണിയെടുക്കും. ലൈക്ക് അപ്പുറത്തിരിക്കുന്ന അമ്മച്ചിമാർ ലൈക്ക് 10, 80, 90 വയസ്സുള്ള അമ്മച്ചിമാരൊക്കെ അവിടെ കടന്ന് പുഷപ്പ് എടുക്കുന്നു. എന്ത് കഷ്ടപ്പാടായിരുന്നു എന്നറിയാം തുടക്കത്തില്. വിഷയമായിരുന്നു. ലൈക്ക് നാണക്കേട് കൊണ്ട് പണിയെടുക്കും. അതെ അതെ പേടിക്കണ്ട. അങ്ങനെ പോകുമ്പോ അല്ലാണ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടിവേറ്റഡ് ആവും. തന്നെ മോട്ടിവേറ്റ് നമ്മള് ബാക്കിയുള്ളവരിങ്ങനെ നോക്കി ചെയ്യുമ്പോഴേ. അത് പക്ഷെ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ. ലൈക്ക് കുറെ ആൾക്കാരും ഉണ്ട്. ലൈക്ക് ഒരാൾ ഇങ്ങനെ പോണോ ഒന്ന് പറഞ്ഞു നിപ്പുണ്ട്. മറ്റേ ഒറ്റയ്ക്ക് പോകുന്ന എനിക്ക് താല്പര്യം. അതെനിക്കറിയായിരുന്നു. അത് ഗുഡ് ലൈഫിൽ പോയ കഥ. ലൈക്ക് ചുമ്മാ അവർക്ക് കാശ് കൊടുക്കാന്നല്ലാണ്ട് എല്ലാ ആഴ്ചയിലും പൈസ പിടിക്കുന്നേ. അത് ഇവിടെ കുറെ പേര് വർഷങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അറിയണ പോലും ഈ മറ്റേ ഫിറ്റ് ഫോർലെസ്സിലൊക്കെ ആണെങ്കിൽ $7 ഉള്ളായിരുന്നു. ആ സമയത്തൊക്കെ ആണെങ്കിൽ പിന്നെ ലൈക്ക് അതൊക്കെ കുറെ വർഷങ്ങളോളം ഞാൻ ഓടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുഡ് ലൈഫിലായപ്പോഴത്തേക്ക് പൈസ കൂടി. അപ്പൊ ഞാനത് നിർത്തി. എന്നിട്ടാണ് ഞാൻ ഓറഞ്ച് തിയറി പോയത്. എന്നിട്ട് ഇപ്പം ഒരു സമ്മർ ആയാൽ ഞങ്ങൾ പുറത്താ. ഞങ്ങൾ നടക്കാൻ പോവാ, ലൈക്ക് ട്രക്കിങ്ങിന് പോവാ, നീന്താൻ പോവാ. ഫുൾ ടൈം വെള്ളത്തിലാന്ന് പറയില്ലേ, നീന്താൻ പോണം. അയ്യോ നിർബന്ധമാണ്. നീന്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അറിയത്തൊന്നുമില്ലെന്നേ. പക്ഷെ നീന്തും. ലൈക്ക് ഒരാളെ രക്ഷിക്കണമെന്ന് വെച്ചാൽ അതും ചെയ്യും. ആ ഒരു സെറ്റപ്പ് അത് മതി രക്ഷിച്ചാ മതി. എനിക്ക് എപ്പോഴും ടെൻഷൻ എന്റെ ഈ ലൈഫ് ജാക്കറ്റ് താങ്ങും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കയാക്കിന്റെ സമയം റോട്ടിക്കിടുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്യും. തോട്ടിക്കിടുള്ള പരിപാടിയെ പോയി. പക്ഷെ അതിന് ഈ ഒരു സാധനം വാങ്ങിച്ചാൽ മതി. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റേ ലോങ് ലേക്കില് ഞങ്ങൾ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫുള്ള് ഒരിടത്ത് നിൽക്കാൻ സ്ഥലമില്ല. അമ്മാതിരി ആളുകളായിരുന്നു. കാരണം 31 ഡിഗ്രി ഉണ്ട്. എല്ലാരും എന്റെ പൊന്നു, എവിടെ ഏത് വെള്ളത്തിന്റെ ലൊക്കേഷന് പോയാലും അത് തന്നെയായിരുന്നു. എന്നിട്ട് അവസാനമാണ് ഈ ലോങ് ലേക്ക് പോയത്. അവിടെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒറ്റ ഒരു വലിയ പാറയുടെ പൊക്കത്തുനിന്ന് പിള്ളേരും
മറ്റേ അമ്മച്ചിമാരും എല്ലാം കയറിയിട്ട് ഒരൊറ്റ ചാട്ടം തന്നെ ചാട്ടം. ചാടോ പക്ഷെ ഞാൻ വരാം, ഞാൻ ഈ സാധനം മേടിച്ചിട്ട് വരാം. നമുക്ക് പതുക്കെ ഇങ്ങനെ അതായത് നമ്മള് പോയേക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മല നടക്കണം. അങ്ങനെ കിടക്കുമ്പോഴും ഗുണമെന്ന് അറിയാമോ, വൈറ്റമിൻ ഡി കിട്ടും. സൂര്യൻ ആ സാധനം ഉണ്ടല്ലോ, എനിക്ക് മാത്രമല്ല കാനഡയിൽ വന്ന ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര കുറവാണ് വൈറ്റമിൻ ഡി. എനിക്ക് ഇവിടത്തെ നമ്മളെ ഇടക്കിടക്ക് ബ്ലഡും ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പോലും, ചെക്ക് ചെയ്യാൻ വന്നപ്പോ എനിക്ക് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു. എന്നിട്ട് എത്രേന്റെ അടിച്ചെന്നറിയോ, വൈറ്റമിൻ ഡി 50,000. 50,000 എത്ര മാസത്തേക്കുള്ള? 2 മാസം കഴിയുന്നത്. ആ 50,000 എന്ന് പറഞ്ഞ സാധനം ഞാൻ കേൾക്കണത് അപ്പഴാ. ഞാൻ ഈ കടയിൽ ചിലപ്പോ 2,500 5,000 ഒക്കെ കാണുന്നത് ഈ സാധനം. 50,000 അത് മരുന്നായിരുന്നു കഴിച്ചത്. ആ ടാബ്ലറ്റ്. ഞാൻ എന്നാ ചെയ്തെന്നറിയോ, നാട്ടിൽ ചെന്നപ്പോ എനിക്കും മറ്റേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ലൈക്ക് എല്ലാവർക്കും ഉള്ള സാധനം ലൈക്ക് ഇവിടുന്ന് വരുന്നവർക്ക് നേരെ മറ്റൊരു 3 മാസത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ കുട്ടിക്കിട്ടം കുട്ടി സാധനം കൊടുത്ത് 3 മാസം ഇനി നോക്കണ്ട. അപ്പൊ അത് കഴിയുമ്പോഴാ അത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ടാബ്ലറ്റ്സ് കഴിക്കല്ലോ. ശരിയാണ്. ഇതാകുമ്പോ ഒറ്റയടിക്ക് അങ്ങ് തിരിച്ചു കയറി നമ്മൾ പവർഫുൾ ആയി. ഈ ടാബ്ലറ്റ്സ് കഴിഞ്ഞാലേക്കണം. ഞാനിപ്പോ ഒരു ലാസ്റ്റ് ഇപ്പൊ 5-6 മാസമായിട്ട് ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോ വൈറ്റമിൻ ഡി, ഒമേഗ 3, CQ10 നമ്മൾ തിന്നണത് ലൈക്ക് ഐ മീൻ ലൈക്ക് ഈ മരുന്നുകളല്ല കഴിക്കണം. അതെ കഴിക്കുക, അത് തന്നെ അത് ഉദ്ദേശിച്ചേ. അതായത് ഒരു വർഷത്തിന് മുന്നേ ഇങ്ങനെ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ 30-ലോട്ട് കയറിയപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്. ലൈക്ക് ഇങ്ങനെയൊക്കെ തിന്നാലേ ഉള്ളൂ. കാരണം നമുക്കൊരു 100 വയസ്സ് വരെയൊക്കെ ജീവിക്കണ്ടേ. അതുവരെയൊക്കെ ഓർഡർ 80 കുഴപ്പമില്ല. അല്ല 100 മതി. 100 വരെ നിക്കണേ. അതുവരെ ഈ ബോഡിയും കൊണ്ട് ഓടണമെങ്കിൽ അതെ. ഈ സംഭവം 20s നമ്മൾ അത്ര കേടല്ല. നമ്മള് നേരെ 30s എത്തുമ്പോഴല്ലോ നമ്മുടെ ബോഡി നമ്മൾ ഓർഡർ അനുസരിച്ച് ഓടുമല്ലോ. അപ്പൊ അതിനെ നമ്മൾ അത്ര ആ രീതിയിൽ ഓടാനായിട്ട് നമ്മൾ കുറച്ചും കൂടി പണിയെടുക്കണം. ഞാൻ മറ്റേ സിങ്കോവിറ്റ് കഴിക്കും, പിന്നെ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സിന്, പിന്നെ വേറെ വൈറ്റമിൻ ഡി, ഒമേഗ 3 കഴിക്കുന്നുണ്ട്. ഇതെല്ലാം രാവിലെ രാത്രിയാകുമ്പോ ഞാൻ സിങ്ക് കഴിക്കും. പിന്നെ രാത്രി മാഗ്നീസിയം. ഇതൊക്കെ എന്തിനൊക്കെയാ എന്തുകൊണ്ട് ഐ മീൻ നമ്മുടെ ബോഡിക്ക് എന്തിനാണ്? എനിക്ക് ഒമേഗ 3യുടെ വൈറ്റമിൻ ഡിയുടെ അറിയാം. മാഗ്നീസിയം നമ്മുടെ എന്തോ സാധനം എനിക്ക് രാത്രി ഈ മാഗ്നീസിയം കഴിക്കണമെന്ന് അറിയാം. എന്നുവെച്ചാൽ ഭയങ്കര കാമായിട്ട് റിലാക്സ്ഡ് ഉറങ്ങാൻ വേണ്ടിട്ടാ മാഗ്നീസിയം കഴിക്കുന്നത്. എല്ലാം നമ്മുടെ ബോഡിയെ പുഷ്ടിപ്പെടുത്താം. ലൈക്ക് ഇപ്പം ലൈക്ക് ഇയേഴ്സ് ചെല്ലും തോറും ലൈക്ക് ഇപ്പൊ വണ്ടിയുടെ കേസ് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പയ്യെ കറക്റ്റ് ആയിട്ട് ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടിയാണെങ്കിൽ നശിച്ചു പോകും. അതേപോലെ തന്നെ നമ്മുടെ ബോഡീനെയും കരുതുക. കറക്റ്റ് ആയിട്ട് മറ്റേ ഓയിൽ ചേഞ്ച് കിടക്കുക, കറക്റ്റ് ആയിട്ട് മറ്റേ എഞ്ചിൻ ഓയിലും പരിപാടി കയറ്റി വിടുക. അതേപോലെ തന്നെ നമ്മൾ മെറ്റീഷ്യൻ കറക്റ്റ് ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് വിടുക. അതൊന്നും ഓടിക്കോളും. അങ്ങനെ ഞാൻ കാണുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പതാ. അതാണ് എളുപ്പം. അതെ അല്ല ഇത് ഞാൻ പറയുമ്പോ ഇപ്പൊ നമ്മൾ ഇത് കഴിക്കുന്നതനുസരിച്ച് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോ എല്ലാരും ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ കൂടുതൽ കാർബ് കുറച്ചിട്ട് ഹൈ പ്രോട്ടീൻ ഡയറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. സ്ലോ പേസ് ആണ്. ഇപ്പൊ കുറച്ച് 2 മാസമായിട്ട് അങ്ങനെ കഴിച്ചോണ്ടിരിക്കണേ. പിന്നെ നമ്മൾ കാലറി ഡെഫിസിറ്റിലാണ്. ഇപ്പൊ ഈ വണ്ണം കുറയ്ക്കാനായിട്ടും ബോഡി വെൽഡേ. അപ്പൊ നമ്മൾ സാധാരണ കാലറി ഡെഫിസിറ്റ് കറക്റ്റ് കാലറി ഒക്കെ നോക്കിയാണ്. നമ്മളിപ്പോ ഞാൻ ചോറ് കഴിക്കുമ്പോ ഒരു കപ്പ് ചോറാ കഴിക്കണേ. അപ്പൊ ഒരു 3 നേരം ചോറ് കഴിക്കണല്ലോ. 1 നേരം മാക്സിമം പോയി കഴിഞ്ഞാൽ 2 നേരം കഴിക്കണുള്ളൂ. ചോറ് കഴിക്കുമ്പോഴായാലും ഒരു കപ്പ് ചോറ് കഴിക്കണുള്ളൂ. അത്രേ ഉള്ളൂ. ഒരു കപ്പ് ചോറ് ഞാൻ മേക്ക് ഷുവർ ചെയ്യും ഞാൻ കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ. പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും. പക്ഷെ ഞാൻ എന്റെ കാൽക്കുലേഷനിൽ അങ്ങനെ നോക്കി ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തൂക്കിയൊന്നും വേണ്ട. എനിക്ക് തൂക്കി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. പക്ഷെ നമുക്ക് സിമ്പിൾ വഴി ഉണ്ട് എന്റെ സിമ്പിൾ വഴി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. അതെ 10 മണിക്കൂർ, അതായത് 24 മണിക്കൂറുണ്ടല്ലോ. അതിനകത്ത് 10 മണിക്കൂർ ഫുഡ് എന്നാ വേണം തിന്നാന്നേ. വലിയ ഇമാതിരി നോക്കി തിന്നൊന്നും വേണ്ട. എന്നാ വേണത്തിന്, അതായത് കറക്റ്റ് സമയം രാവിലെ 9 മണി. 9 മണിക്ക് തുടങ്ങിയാല് പിറ്റേ ദിവസം ഐ മീൻ ലൈക്ക് അന്ന് രാത്രി വൈകുന്നേരം 6 മണി വരെ. അപ്പൊ എത്രയാ 6ഉം 3ഉം 9 മണിക്കൂർ. അപ്പൊ ഒരു മണിക്കൂറുടെ കൂട്ടിക്കും. ലൈക്ക് ആ 9 മണിക്കും ഈ പറഞ്ഞ ഞാനിപ്പോ 9 മണി ടു 6 മണിയാ. 9 മണിക്കും 6 മണിക്കും ഇടയിൽ മാത്രമേ കഴിക്കൂ. എന്ത് വേണം തിന്നാം. 6 മണി കഴിഞ്ഞാൽ പിന്നെ തിന്നില്ലേ. പിറ്റേ ദിവസം നല്ല വിശപ്പ് വരും. ഉറങ്ങിയാ മതി. കണ്ണടച്ചടി കിടന്നാല് വിശക്കുമ്പോ അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അതാകുമ്പോ ഉണ്ടല്ലോ എന്നാ വേണേ തിന്നാൻ പറ്റും. ലൈക്ക് കാർബൊന്നും നോക്കൊന്നും വേണ്ട. അത് മറ്റൊരു വഴി. അത് അവന്റെ വഴിയുണ്ട്. എനിക്കങ്ങനെ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ രാവിലെ ഉച്ചക്ക് വൈകിട്ട് അങ്ങനെ പ്രോപ്പർ കഴിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ മോസ്റ്റ്ലി ഞാൻ ഇന്റർമീഡിയറ്റ് പോലെ ഞാൻ ഉച്ചക്കേ ഭക്ഷണം കഴിക്കണം. വസ്ത്രത്തെ
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കപ്പോഴും കട്ട. അപ്പൊ എനിക്ക് കഴിക്കുമ്പോ ഞാൻ ഇത് കഴിയണല്ലോ, വൈകിട്ട് കഴിക്കുമ്പോഴായാലും ഞാൻ കഴിക്കുമ്പോ ലേറ്റ് ആയിട്ടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാം തീരുമ്പോഴേക്കും ഒരു ടൈം ആവും. അപ്പൊ ഞാൻ ആ കഴിക്കുമ്പോ ഞാൻ നട്ടിട്ട് 1-2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ രീതിയിൽ ബാലൻസ് ചെയ്യണം. അത് ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചാണല്ലോ. ഇപ്പൊ എനിക്ക് വർക്കൗട്ട് ആണോ പോലെ എനിക്ക് ഇവന് വർക്കൗട്ട് ആണ്. ഇപ്പൊ എനിക്ക് ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എനിക്ക് പറ്റില്ല. അത് ഇവന്റെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഇവര് പറ്റും, എനിക്കിത് പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ വർക്കൗട്ട് ആവണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ അതിന്റെ ഒപ്പം ഈ ജിമ്മിൽ പോകുന്നതിനെ കുറിച്ചോ? ജിമ്മില് ഞാൻ ഒരാളുടെ അടുത്തും പറയില്ല നീ ജിമ്മിൽ പോയാലേ വണ്ണം കുറയുള്ളൂ, അല്ലെങ്കിൽ ജിമ്മിൽ പോയാലേ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ചിലപ്പോൾ ഒരു 12 hour ഷിഫ്റ്റ് കഴിയുന്ന ആളായിരിക്കും. ആ ഷിഫ്റ്റിനിടക്ക് വേണമെങ്കിൽ നമുക്ക് നടക്കാം. ഇപ്പൊ ഞാൻ മേക്ക് ഷുവർ ചെയ്യാറ് മോസ്റ്റ്ലി എല്ലാ ദിവസവും ഒരു അറ്റ്ലീസ്റ്റ് 10,000 നടക്കണമെന്ന് ഒരു ദിവസം. 10,000 സ്റ്റെപ്പ്. ഞാൻ ഒരു 8,000 മിനിമം. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഐഫോണിന്റെ വാച്ച്. ഐഫോണിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല, ഞാൻ എതിരാണ് ഐഫോണിന്. പക്ഷെ എന്നിരുന്നാലും സാംസങ്ങിന്റെ വാച്ചും ഉണ്ട്. ഉണ്ട്, പക്ഷെ ഐഫോണിന്റെ അത്ര പക്ഷെ ആ ഒരു കാലിബർ ഞാൻ കാണുന്നില്ല. പക്ഷെ ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്ത് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും വാച്ച്. അതെ, ഇതില് നമ്മൾ ഇത്രയും അത് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നടക്കണോട്ടോ. അല്ല എന്നാലല്ലേ ചുമ്മാ അനങ്ങുമ്പോഴല്ലേ മറ്റേ ഇടയ്ക്ക് ചുമ്മാ ഞാൻ കണ്ടാ ലൈക്ക് ഇവള് ഉപയോഗിക്കുന്നുണ്ട്, എന്റെ വൈഫ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നേ, എണീറ്റ് നിൽക്കാൻ പറഞ്ഞോണ്ട്. ഇതില് അതിന്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടെ. ഇപ്പൊ ചില ദിവസങ്ങളുണ്ട് ഞാനിപ്പോ ഒരു 9,800 സ്റ്റെപ്പ് ആയിട്ടോ, 200 സ്റ്റെപ്പ് കൂടി പോവാണ്, ലാസ്റ്റ് 5 മിനിറ്റ് ഉള്ളൂ. എന്താ ചെയ്യണ ഒരു ട്രിക്ക്? നീ കാണിച്ചു നോക്കി അതൊരു സ്റ്റെപ്പായിട്ട് കിട്ടും. ഞാൻ ഒരു ദിവസം ഞാൻ കൈ കാണിച്ചു. ഇത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇതെനിക്ക് പറയാനുള്ള എന്റെ അടുത്ത ടോപ്പിക് ആയിക്കോട്ടെ. ആൻഡ്രോയിഡ് മറ്റേ ഐഫോൺ യുദ്ധങ്ങൾ ആൻഡ്രോയിഡിൽ ഇങ്ങനെ തന്നെയാണ്, ഫിറ്റ്ബിറ്റിലും ഇങ്ങനെ തന്നെയാണ്. അത് എനിക്കറിയണ്ട, എന്നാലും ഐഫോൺ കൊള്ളത്തില്ല. ഞാൻ ആദ്യം കണ്ടുപിടിച്ചതിനകത്താ, ഫിറ്റ്ബിറ്റില്ല കുറച്ചാൾക്ക് മുമ്പ്. ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ടിരുന്നപ്പോഴേ ഇതെന്താ സ്റ്റെപ്പ് കൊള്ളാൻ പരിപാടി 10,000 ആയി. അങ്ങനെ പഠിച്ച് അങ്ങനെ രാവിലെ വൈകിട്ട് കാണിക്കുക. അതിലും രാവിലെ വൈകിട്ട് കൈ കാണിച്ചു കൈക്ക് മസിൽ വരും. ഇപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലേ, പിന്നെ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ഉള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ വീടിനകത്ത് തന്നെ നടന്നാലും മതി. വീടിനകത്ത് ഞങ്ങൾക്ക് മറ്റേ ഇതുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ മറ്റേ ഞങ്ങൾ തൂക്കിയിട്ട് മറ്റേ ഏതാ നമ്മുടെ ഈ നടക്കുന്ന സാധനം ട്രെഡ്മിൽ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. പക്ഷെ തൂക്കിയിട്ട് അത് മറ്റേ ഞങ്ങൾ മറ്റേ തുണി അലക്കിട്ട് മറ്റേ ഉണങ്ങാനായിട്ടാണ് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാരും ത്രെഡ്മില്ല് അങ്ങനെയുള്ള പോകുന്നത്. ആദ്യം മേടിക്കണ ദിവസമുണ്ടോ ഞാണ്ടല്ലോ എല്ലാ 10 കിലോമീറ്റർ നടന്നിരിക്കുന്നത്. നടന്ന് മറ്റേ ഇംഗ്ലീഷ് സാധനം എല്ലാം വർക്ക്ഔട്ട് ചെയ്യും, ലൈക്ക് അടിപൊളി സാധന. പക്ഷെ കുറച്ച് കഴിയുമ്പോ അതിന് ഇൻട്രസ്റ്റ് പോകും. അതെ, പിന്നെ അത് കുറച്ച് വഴിയിലിരിക്കുന്ന വഴിയിൽ കുറച്ച് തള്ളി വെക്കും, പിന്നെ ഒന്ന് മൂലയ്ക്കിലേക്ക്. പിന്നെ രാവിലെ ജാക്കറ്റ് എടുത്തിരിക്കണ തുണി ഇടുന്ന മെഷീനായിരുന്നു അത് എന്നെ കളഞ്ഞു. പക്ഷെ ഞങ്ങളിപ്പോ മറ്റേ രാവിലെ എണീറ്റിട്ട് മറ്റേ സൂര്യ നമസ്കാരം പോലത്തെ സാധനം, ലൈക് സ്ട്രെച്ചിങ്, ആ സാധനമാണ്. സ്ട്രെച്ചിങ് ഇസ് ലൈക് ഭയങ്കര ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ കണക്കാക്കി ചെയ്യുന്നുണ്ട്. എനിക്കും ഞാനത് കുറെ ഇമ്പോർട്ടൻസ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും വർക്ക്ഔട്ടിന് മുമ്പും കഴിഞ്ഞിട്ടും സ്ട്രെച്ച് ചെയ്യണമെന്ന് പറയണേ. അത് ഞാൻ ആദ്യം ചെയ്യില്ലാറ്. പക്ഷെ ഇത് പ്രായം കൂടുമ്പോഴാണ് ആ വർക്ക്ഔട്ട് ചെയ്തിട്ട് വന്ന് പിറ്റേ ദിവസം ഭയങ്കര വേദന. അപ്പൊ അതും ഭയങ്കര ഇമ്പോർട്ടന്റാ. മൊബിലിറ്റി എക്സസൈസ് കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ചില കുറച്ച് നാൾ മുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ നോക്കത്തില്ലേ, മടങ്ങത്തില്ലായിരുന്നേ. ഓ വിഷയമായിരുന്നു. ഫുൾ ടൈം ഇരിപ്പല്ലേ, ഇരുന്നിരുന്നുള്ള പണിയല്ലേ. അത് കുഴപ്പമില്ല, അതൊക്കെ സ്ലോ ബട്ട് പേസ് ആണ്. ഇപ്പൊ നമ്മളൊരിക്കലും ഞാൻ ഒരാളുടെ പറയല്ല മറ്റുള്ളവരുടെ ലൈഫ് ഒരു ഓടി തീർക്കാൻ പറയില്ല. നമ്മുടെ ലൈഫ് നമ്മുടെ സ്വന്തം ലൈഫല്ലേ, അത് നമ്മുടെ രീതിയിൽ ഓടി തീർക്കണം. ഇപ്പൊ ഒരു മോട്ടിവേഷൻ ആയിട്ട് നമ്മളിപ്പോ നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് നിനക്ക് തടി കൂടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ല നമ്മള് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് ജിമ്മിലൊന്നും നമുക്കിത് ശരിയാക്കണം, നമുക്കിത് ഈ ബോഡി കൊണ്ടൊരു 80 വയസ്സ് 90 വയസ്സ് വരെയൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് തീരുമാനിക്കണം. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് വരാനായിട്ട് എപ്പോഴും ഭയങ്കര നമ്പർ 1 ഫാക്ടറാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു 2 മാസം വർക്ക്ഔട്ട് ചെയ്തു, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആരെയും നമ്മളെ ചോദ്യം ചെയ്യാനില്ല.
ഇപ്പൊ നീ വർക്കൗട്ട് ചെയ്ത് നിനക്കുള്ള, ഞാൻ വർക്കൗട്ട് ചെയ്ത് എനിക്ക് കൊള്ളാം. നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളാ ഒരു എക്സ്ട്രാ ലാർജ് ഷർട്ട് ഉണ്ടാകുന്നെങ്കിൽ ലാർജിലേക്ക് മാറി കഴിയുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. എനിക്ക് ഓർമ്മ, ഞാൻ ഒരു വട്ടം ഡബിൾ എക്സൽ ആയിരുന്നു. ആണോ? അതിന്ന് കുറച്ച് പോയിരുന്നുണ്ട്. അതെ, അതിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഷർട്ട് ഇടുമ്പോഴും അതും ചെറിയൊരു ലൂസായിട്ട് തോന്നുമ്പോണ്ടല്ലോ, വേറൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുവരെ ചിലപ്പോ നമ്മളുണ്ടല്ലോ ഈ വെയിറ്റ്, ഇപ്പൊ എല്ലാരും നോക്കുന്നത് വെയിറ്റാ. ഞാൻ എല്ലാ ദിവസവും പോയി വെയിറ്റിൽ നോക്കിയിട്ട് വെയിറ്റ് ഒരു മാസം 86 ഈ മാസം 86. പക്ഷെ അതിലല്ല ഇരിക്കണേ. ചിലപ്പോ നമ്മളിപ്പോ കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ മാസ് കൂടും. അപ്പൊ ചിലപ്പോ ഈ വെയിറ്റ് വ്യത്യാസം വരില്ല, ചിലപ്പോ 2-3 കിലോ വ്യത്യാസം വരുള്ളൂ. പക്ഷെ ബോഡിയുടെ ഷേപ്പിൽ നമ്മുടെ ഉള്ള ഫാറ്റ്സ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നാട്ടുകാർ വലുതും പറയും, വീട്ടുകാർ വലുതും പറയും. അപ്പൊ അതും കേട്ടുകൊണ്ട് ഇപ്പൊ ഇരിക്കുക. നമ്മൾക്ക് ഒരു സെൽഫ് ഒരു കോൺഫിഡൻസ് ഇതിൽ നിന്ന് വരുവാണെങ്കിൽ ഉണ്ടല്ലോ, അതാണ് ബെസ്റ്റ്. അത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കും. നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലേ ഭയങ്കര വ്യത്യാസം വരും. നമ്മളെ ഹാപ്പി ആയിരിക്കും കുറച്ചും കൂടി. അല്ലെങ്കിൽ കോൺഫിഡൻസ് തിരിച്ചു കിട്ടുമ്പോൾ തന്നെ എന്തൊരു സമാധാനം. അതെ, പിന്നെ എനർജി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു 10 കാര്യം ചെയ്യാനുള്ള എനർജി. എപ്പോഴും ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്താ പറയാ, രാവിലെ കണ്ണു തുറന്ന് എണീറ്റാല് ഞാൻ നേരെ തറയിൽ ഇങ്ങനെ കൈവിടും. എന്നിട്ട് ഇന്നത്തെ ദിവസം ഇന്നലത്തെക്കാളും ബെറ്റർ ആവണേ, നാളത്തെ ദിവസം ഇന്നലത്തെക്കാളും, ആ ഒരു സെറ്റപ്പിൽ ഞാൻ സംസാരിച്ച് ഞാൻ ഭയങ്കര എനർജി. ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. ഭൂമിയെ തൊട്ട് വണങ്ങി ഞാൻ എണീക്കുക എന്നുള്ളൊരു സാധനം മെന്റൽ പീസിനും നല്ലതാണ്. ഞാൻ എല്ലാ ദിവസവും പറയണ രാവിലെ എഴുന്നേക്കണ ഈ ദിവസം നന്നായിട്ട് ദൈവത്തിന് നന്ദി, അതെല്ലാ ദിവസവും പറയണതാ. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഞാൻ ഒച്ചയിൽ വിളിച്ചൊന്നും പറയില്ല, മനസ്സിൽ എഴുന്നേൽക്കുമ്പോ തന്നെ കണ്ണുറക്കുമ്പോ തന്നെ പറയുന്നതാ. എനിക്കത് പറഞ്ഞു കഴിയുമ്പോ ആ ദിവസം എഴുന്നേറ്റല്ലോ, നമ്മുടെ ലൈഫല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ ലൈഫ് എനിക്ക് അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യണതാണ്. ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എല്ലാം ചെയ്യണം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനപ്പോ ഇപ്പൊ മദ്യപിക്കുക, നമ്മള് സോഷ്യലായിട്ടുള്ള മദ്യപാനമേ ഉള്ളൂ. അതുണ്ടാകുന്ന അത് ഞാൻ കംപ്ലീറ്റ്ലി നിർത്തിയതിന്റെ കാരണം അതാ. വീട്ടിനകത്ത് ഒരു ബാർ തന്നെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കള്ളോടെ വെറുതെ ഇരിക്കും അതിൽ പരം കുടിക്കാനായിട്ട്. അത് നിർത്താൻ മെയിൻ കാരണം ഇതാ. എനിക്ക് ഫ്യൂച്ചറിലേക്ക് എനിക്ക് വീട്ടില് പിള്ളേര് വേണം. ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കണം. ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ ഒരിക്കലും പറയാൻ പറ്റില്ല എന്റെ വൈഫിന്റെ അടുത്ത് ഹെൽത്തി ആയിട്ടിരിക്കും, ഞാൻ തോന്നണ പോലെ ഫുഡ് കഴിച്ച് തോന്നണ പോലെ കള്ളും കുടിച്ച് കൂട്ടുകാർ. അതിനകത്ത് വൺ ഓഫ് ദ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഈ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുന്നേ പെണ്ണുങ്ങളല്ല ആദ്യമേ പ്രിപ്പയർ ആവുക, ആണുങ്ങളാണ്. ഒരു 9 monthsോളം ആണുങ്ങൾ പ്രിപ്പയർ ആവണം. അത് കഴിഞ്ഞിട്ടാണ് കുട്ടിയുമായിട്ട് അമ്മയും ശുശ്രൂഷിച്ച് നിൽക്കേണ്ടത്. അപ്പം അതൊരു വൺ ഓഫ് ദ മോട്ടിവേഷൻ കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതെ, ഇപ്പൊ കുട്ടികൾ ഇപ്പൊ കുറെ പേര് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ക്യാമറമാൻ ഉണ്ട്. ക്യാമറമാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ജിമ്മിൽ പോയി ഒന്നും അറിയാത്തവരുണ്ടെന്നു. നമ്മളറിയാത്തവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാന്നുള്ള ചോദ്യം. അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ ജിമ്മ് തന്നെ ആവണമെന്നില്ല, പുറത്ത് തന്നെ കുറെ ആക്ടിവിറ്റി. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇപ്പൊ ജിമ്മിൽ പോവാണ്ട് തന്നെ നമുക്ക് സ്ട്രോങ് ആണ് പുഷപ്പ്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരു സിറ്റപ്പ്, ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ. ലഞ്ചസ്, ഇതൊന്നും ഒരു സാധനം വേണ്ട. ഇതൊക്കെ ഒരു ടൂൾസും വേണ്ട, ഒരു ഡമ്പലും വേണ്ട, ഒന്നും വേണ്ട. ഇതല്ലാണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് വെച്ച് ചെയ്യാവുന്നതാ. അപ്പൊ അത് വെച്ച് ജസ്റ്റ് ബോഡി മൂവ്മെന്റ്സ് അതിലാണ് കാര്യം. നമ്മുടെ ബോഡി എല്ലാ ദിവസവും ഇച്ചിരിയിലും അനക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് അനക്കിക്കൊണ്ടിരുന്നാൽ മതി. അനക്കാണ്ടിരിക്കുമ്പോഴാണ് ഈ അനക്കം പാടില്ല കേട്ടോ, ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്തെങ്കിലും ബോഡി മൂവ്മെന്റ് സ്ട്രെച്ചിങ് പറഞ്ഞ സാധനം ഞങ്ങൾ ഈ നടക്കാൻ പോകുന്ന കേസ്, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വീടിനകത്തിരുന്ന് തന്നെ ചെയ്യുന്നത്. ഇപ്പൊ അപ്പാർട്ട്മെന്റുകളിലാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റെപ്പ് കയറുമായിരുന്നു. അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റെപ്പ് മീളാങ് വരെ കയറി, എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ട് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി തിരിച്ച് ഈ വഴിയിലോട്ട് വരും. അങ്ങനെ എന്തെങ്കിലും ബോഡി മൂവ്മെന്റ്സ് അതാണ് നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. അത് കാര്യം. അല്ലെങ്കിലല്ലേ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മൾ ഒരു ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആണ്. അറ്റ്ലീസ്റ്റ് വീട്ടിനകത്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ നടക്കും. അതത്രേ ഉള്ളൂ. ഇത് നമ്മൾ ആരെയും ബോധിപ്പിക്കാനില്ല. നീ ഇപ്പൊ ഇന്ന് ജിമ്മിൽ പോയില്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് വഴക്കൊന്നും പറയാനില്ല, ഇപ്പൊ അല്ലെങ്കിൽ ആരും ചെവിയിലൊന്നും പറയാനില്ല. നമ്മുടെ ലൈഫ്, നമ്മുടെ ഹെൽത്ത് അല്ലേ, അത് നമ്മൾ നോക്കിയില്ലെങ്കിൽ വേറെ ആരും നോക്കില്ല. ഇപ്പൊ ആർക്കും എങ്ങനെ വേണമെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോട്ടിവേഷൻ സോങ്സ് കേൾക്കാം.
കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് അത് കേട്ട് നീയാണ് പോയിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ഇങ്ങനെ ചിന്തിച്ചാലേ, അതായത് നമ്മൾ ജനിച്ചത് ഈ ലോകത്തോട്ട് ഒറ്റയ്ക്കാ, അതെ, മരിക്കാൻ പോകുന്നത് ഒറ്റയ്ക്കാ. ഒറ്റയ്ക്കാ. അപ്പൊ എത്ര നാൾ ഇവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമുക്ക് അതിനുള്ള എബിലിറ്റി അതെ. അത് അതെ, കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങൾ. അതെ, ഇപ്പൊ ഞാൻ ഒരിക്കലും പറയില്ല നമുക്കൊരു നല്ലൊരു അടിപൊളി കൈമ ബിരിയാണി നിങ്ങൾ കഴിക്കരുത്. ഫുഡ് കഴിച്ചു, ഫുഡ് എല്ലാം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാ. അത് ഈ പ്രായമായപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് കൂടുതൽ. അത് പറഞ്ഞപ്പോഴാ, അതായത് 20-ാം വയസ്സിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ വലിയ പ്ലേറ്റിനകത്ത് നിറച്ചും ചോറിട്ട് കുഴച്ച് തിന്നുമായിരുന്നു. അതൊരു കുറച്ച് നാള് മുന്നേ വരെ ഞാൻ തിന്നുമായിരുന്നു. പറ്റണില്ല, കാരണം നമ്മുടെ മെറ്റബോളിസം മാറി. ലൈക്ക് ആ 20-ാം വയസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ബോഡിയിൽ ലൈക്ക് അത്രയും പ്രോസസ്സിങ് സാധനം ഇപ്പൊ നടക്കണില്ല. ഇപ്പൊ അത്ര തിന്നാൻ നമുക്ക് പറ്റുന്നില്ല. ഇച്ചിരി തിന്നാൻ പറ്റുന്നുള്ളൂ. ലൈക്ക് ഇച്ചിരി തിന്നുമ്പോഴേ ഇപ്പൊ വയറ് നിറയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാന്ന് അറിയത്തില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റണില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ ബോഡി സമ്മതിക്കുള്ള പറ്റണില്ല. അത് ഒരു കണക്കിന് നല്ലതല്ലേ. പിന്നെ ഉറപ്പായിട്ടും. അപ്പൊ ഇപ്പൊ ഈ വർഷത്തിലേക്ക് കയറി പിന്നെ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടില്ലേ? This is my 30th year. 30 ഷാജി 30 അല്ലേ? ഞാൻ വന്നിട്ട് 2 വർഷമായി. പ്രായം വിളിച്ചോളൂ. ആള് കാണട്ടെ, നമ്മൾ ഈ പ്രായത്തില് അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്. അപ്പൊ എനിക്ക് ആ ലൈഫ് ഇപ്പൊ ഈ വർഷമാണ് എനിക്ക് ശരിക്കും ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അതും ഈ ഒറ്റ എനിക്കിപ്പോ മെയിൻ ആയിട്ടുള്ള എനിക്കൊരു ഫാമിലി റേസ് ചെയ്യാനാണെങ്കിലും ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടർ ലോങ് ടേമിലേക്ക് ചിന്തിക്കുമ്പോ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ വീട്ടിലെ പണിയൊക്കെ പുറത്തത്തെ പണിയൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യാൻ നോക്കാം. അപ്പൊ പുറത്തുനിന്ന് ആളെ വിളിച്ച് കാശ് കൊടുത്ത് ഞാൻ ചെയ്തു തരും. അപ്പൊ ആ സാറ്റിസ്ഫാക്ഷൻ കുറച്ചപ്പോ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പക്ഷെ നമ്മള് തന്നെ ചെയ്താൽ അതൊരു വർക്കൗട്ട് കൂടിയാ. ലൈക്ക് നിങ്ങള് കഴിഞ്ഞ ദിവസം മറ്റേ ഫോൺ വിളിച്ചപ്പോ ഇരുന്ന് അണക്കില്ലായിരുന്നു. ഇമ്മാതിരി പണി കണ്ടിട്ടില്ല. കുഴിക്കാണ്. ഇതിനാണ് ഇവിടെ ആണെങ്കിൽ ഈ ലാൻഡ് നമ്മള് റേസ് ചെയ്തെടുത്തിട്ട് ഇവിടെ വീണോന്നാണല്ലോ. അടിയിലൊക്കെ മൊത്തം ഇവര് കല്ലിട്ടാണ് പൊക്കിയേക്കണേ. കരിങ്കല്ലൊക്കെയാണ് ഇതൊക്കെ പൊക്കിയത്. ഇത് എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. അതാണ് ഈ മണ്ണ് കുഴിക്കുമ്പോ അടിയിൽ മൊത്തം ഇത്ര വലിയ കല്ലൊക്കെ കിടക്കണം. അതൊക്കെ പിന്നെ ഇളക്കി പറിച്ചെടുത്ത് മൊത്തം പുറത്തേക്ക് ഇടണം. അപ്പൊ അത് നല്ല പണിയാണ് ആ സാധനം. അതൊക്കെ കയ്യും കാലൊക്കെ ഭയങ്കര വേദന. അതാണ് ഈ പണ്ടത്തെ നല്ല കാര്യമാണ്. അതെ, പണ്ടത്തെ ആൾക്കാര് ഇപ്പൊ ഈ കൃഷി ചെയ്യണവരൊക്കെ ബോഡിയുള്ള അപ്പൊ അവരെ ഇപ്പൊ 6 പാക്കാണ് അവർക്ക്. കട്ട മസിൽ. ഇവര് ജിം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അവര് രാവിലെ ഇറങ്ങും. രാവിലെ ഫുഡ് കഴിച്ചിട്ട് രാവിലെ ഇറങ്ങിയിട്ട് ഈ കൃഷിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവര് നല്ലോണം ഭക്ഷണവും കഴിക്കും. അടിക്കുകയും ചെയ്യും. പക്ഷെ ഇവര് ബോഡി ഫുൾ ടൈം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് നമ്മുടെ നാട്ടിൽ മറ്റേ പണ്ടുള്ളവരെ കഞ്ഞി കുടിക്കുമല്ലോ, എന്തുമാത്രം കാർബ് അത് കാലിച്ചു കുത്തി കയറ്റും. അതിനനുസരിച്ച് അവര് പണിയെടുക്കുന്നു. അതെ, നമ്മുടെ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് റൈസ് ഭയങ്കര ഫേമസല്ലോ. കാർബ് കഴിക്കണം. എന്ത് ഫുഡ് കഴിക്കുമല്ലേ, ചോറില്ലെങ്കിൽ ഇവിടെ കറി കഴിക്കാൻ പറ്റില്ല അല്ലേ? അത് ഇവിടത്തെ ആളെ ഒരു ബേക്ക്ഡ് ചിക്കൻ ചിലപ്പോ കുറച്ച് കുക്കുമ്പർ കഴിഞ്ഞിട്ട് കഴിക്കും. നമുക്കത് ചോറും മുളകും വേണ്ട, ഉപ്പും വേണ്ട, പച്ചത്താരയും വേണ്ട. ഇവര് എന്തൊരു ചീത്ത. നമ്മുടെ അതിന്റെ ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ആളുകൾ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയും ഇവിടുത്തെ കിച്ചണില് അതിന്റെ ഓവൻ. നമ്മുടെ സ്റ്റോവിന്റെ അടിയിൽ തുറന്നു നോക്കണ ചിക്കൻ വെക്കണ ആ സാധനം നമ്മുടെ ആള് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ സാധനം ഉപയോഗിക്കണം. അത് തുറന്ന് ഇടക്ക് ചിക്കനൊക്കെ പെരട്ടി അതിനകത്ത് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. അത് എയർ ഫ്രയർ ചിക്കന് അത് പ്രോട്ടീനാണ്. അത് കൂടാണ്ട് എണ്ണയില്ല. നമ്മള് ഫുള്ള് ചിക്കൻ ഞങ്ങൾ സ്ഥിരം സാധനം ചെയ്യുന്നത്. കാരണം മെയിൻലി നോൺ വെജിറ്റേറിയൻ ഭാഗത്തിലേക്കാണ് ഞങ്ങളുടെ കണ്ണിപ്പം. അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് ഇച്ചിരി തിന്നാൻ തോന്നുമ്പോഴത്തേക്ക് ഞാൻ മറ്റേ ചിക്കനൊക്കെ പറ്റി വെച്ചിട്ട് ലൈക്ക് എയർ ഫ്രയറിലോട്ട് വെക്കുക. എണ്ണ ഇല്ല, ഒന്നുമില്ല. ലൈക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മറിച്ചിടുക. ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് എടുക്കുക. അതൊക്കെ കിട്ടില്ല സാധനം. ഹെൽത്തി ആണ്. ഞാനത് എയർ ഫ്രയർ കൂടുതൽ കഴിക്കാണ്. ഞാനിപ്പോ ബാർബി ഇപ്പൊ സമ്മറാണല്ലോ. അപ്പൊ ബാർബിക്ക് തുറക്കാം, ചിക്കൻ ഇടാ, സാധനം ഉണ്ടാക്കുക. അതാകുമ്പോ 20 മിനിറ്റിൽ ആ പരിപാടിയും തീർന്നോളൂ. അത് കഴിക്കുമ്പോ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷെ ഇടക്ക് ചോറ് കഴിക്കണം. എനിക്കൊരു ദിവസം ഒരു നേരം ചോറ് കഴിക്കണം. ചോറിലാണ്. അതിപ്പോ എനിക്ക് ആ മലയാളി ആ സാധനം ഉണ്ടല്ലോ, അത് പോവില്ല നമ്മുടെ ആളുകൾ. നമുക്കത് വേറൊരു ദിവസം ഒരു ടോപ്പിക്കിൽ പറയാനുള്ളതാണ്. വേറെ എന്തെങ്കിലും നമുക്ക് ഒരു മോട്ടിവേഷണൽ ഫാക്ടറിലൂടെ നമുക്ക് ഈ എപ്പിസോഡ് നിർത്താം. ആളുകളുടെ എന്താണ് ഒരു
ചെയ്യാൻ പാടില്ല. ഇപ്പൊ ലൈഫില് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താനുള്ളവർക്ക് പെട്ടെന്ന് ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന എന്തിട്ടാ പെട്ടെന്ന് കൊടുക്കാൻ പറ്റണേ? എനിക്ക് സിമ്പിളായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഇങ്ങനെ ചോദിക്കണം, എനിക്ക് നിനക്കൊരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് വരെ ജീവിക്കണം. അതെ. അത് ഹെൽത്തിയോടെ ജീവിക്കണോ കട്ടിലേക്ക് കടന്ന് ജീവിക്കണോ? ഹെൽത്തിയോടെ നമ്മുടെ അമ്മച്ചമാരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ജീവിക്കുന്ന പോലെ ജീവിക്കണമെങ്കിൽ തടിയനങ്ങണം. നമ്മുടെ തടിയനക്കുക. നമ്മുടെ ഈ ശരീരം, ആകെ ഒരൊറ്റ ശരീരം മാത്രമേ നമുക്കുള്ളൂ. ആ ശരീരത്തിനെ അനക്കി പണിയെടുത്ത് അതിന് കഴിക്കുന്ന ആഹാരം ഉണ്ടല്ലോ നോക്കിയും കണ്ടും കഴിക്കുക, വയറ്റിനകത്തോട്ട്. കാരണം നമ്മുടെ ബോഡിയാ ഈ നമ്മുടെ ബോഡിക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് നോക്കിയും കണ്ടും കറക്റ്റായിട്ട് കൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ശരിയാണ്. സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് പോണത് കൺട്രോൾ ചെയ്യണത് നമ്മളാ. അതെ, അത് നമ്മൾ നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്കും കൊള്ളാം, നമ്മുടെ കുടുംബത്തിനും കൊള്ളാം. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ അത് പറഞ്ഞ അവിടെ നിർത്തിയേക്ക. അല്ലേ? അപ്പൊ സീസൺ 2 നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. സെറ്റ്. അപ്പൊ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. അപ്പൊ ഞങ്ങള് ഈ എപ്പിസോഡ് തീർന്നതിന് മുമ്പ് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഞെക്കി പിടിക്കുക. അല്ലെ? അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ വണക്കം. സൈനിങ് ഓഫ് ഫ്രം OSP. ഞാൻ അഖിൽ. ഞാൻ ആകാശാജി. താങ്ക് യു.